അതൊക്കെ അവർക്കും അറിയാം. ഇതിന്റെ കഥ അല്ലേ ഉണ്ടാവുന്നു, ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവുന്നൊക്കെയുള്ള അറിയാം. പിന്നെ ഈ പാപ്പനൊക്കെ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ ഇതും ചുമ്മാ ഒരു നമ്പർ അടിച്ചതാണ്. പ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല, ഷൂട്ട് നമ്മൾ ഫ്രഷായിട്ട് അത് ചെയ്യണോ? സ്ക്രിപ്റ്റ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുന്നത് തന്നെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ഒരു 2 സിനിമയിൽ നമ്മൾ ആട് ഫ്രാഞ്ചൈസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഷൂട്ട് ചെയ്യാം എന്നുകൊണ്ട് ഇന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. അതിൻ്റെ ഒരു അടുത്ത ഭാഗം വരുന്നതിൻ്റെ ഒരു ചെറിയ പ്രിലൂഡ് മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഈ പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ തീർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു ഗ്രീൻ സിഗ്നൽ തന്നാൽ നമ്മളത് തുടങ്ങുന്നതാണ്, എത്രയും വേഗം തുടങ്ങുന്നതാണ്. ഇത്രയും വലിയൊരു, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യമൊക്കെ ഒന്നുമില്ല, നെഗോസിയേഷന്റെ കാര്യമൊക്കെ എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തേക്കാന്നൊക്കെ കരുതിയാണ് നിർമ്മാതാവ് വരുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാനെല്ലാം തകിടം കുറച്ചത്. കാരണം ബഹുഭൂരിപക്ഷ ശമ്പളവും നമുക്ക് സ്ക്രീനിലേക്ക് കാണിക്കാൻ ആവശ്യമായി വന്നു. അപ്പോൾ ആ വലിപ്പം നമ്മൾ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിങ്ങനെ ചലഞ്ചിങ് ആവും നമുക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിജയചേട്ടൻ വേണുചേട്ടനെ കൂടി പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അങ്ങനെ ഒരു സ്കോപ്പുള്ള ഒരു വലിയ സംരംഭമാണ് ആട് 3. അപ്പോൾ അത് 2 പാർട്ട് സിനിമയായിട്ട് കൺസീവ് ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എക്സിക്യൂഷൻ കഴിഞ്ഞ് ഒരു പ്രിലൂഡും ചെയ്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് പാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് തീർത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ സ്വീകരണത്തിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടന്നു. ഇനി ഞാൻ പറയുന്നു റെഡിയാണ്. ഉണ്ടെന്നുള്ള വര അറിയിച്ചതല്ലേ, എല്ലാം റെഡിയാണ്. മെയിൻ കഥാപാത്രമല്ല ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടല്ലോ ഒരാൾ വേറൊരു നമ്മുടെ ഹോളിവുഡിൽ നിന്നും ഒരു ആക്ട്രസ് വരുന്നുണ്ട്, അലിയ ഭവൻ എന്നാണ് അവരുടെ പേര്. ഓൾറെഡി നിങ്ങൾ ട്രെയിലർ കണ്ടാണ്. അതാണ് മെയിൻ കഥാപാത്രം. ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വണ്ണം പോയി ആടിച്ചൂലും മണ്ണിലും ഉള്ള പോലെ തന്നെ വണ്ണം പോയി നിൽക്കും. അത് തീർക്കാനാണ് ഞങ്ങളോട് ഇരിക്കുന്നത്. എന്ത് ചോദിച്ചോ? എന്താ? ഇല്ല ഇല്ല ഇല്ല. മൾട്ടിപ്പിൾ ജോണുള്ള സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഭയങ്കര ബ്രില്യൻ്റ് ആണ് പറയുന്നത്. കഴിഞ്ഞ 2 സിനിമ നോക്കിക്കഴിഞ്ഞാൽ നല്ല സിനിമകളാണ്. അപ്പോൾ അത് തന്നെ അത് ഡയറക്ടർ കുറെ ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ആട് 3ലേക്ക് വന്നിരിക്കുന്നത്, അത് സേഫ് സോണിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കഴിഞ്ഞ 2 സിനിമകൾ ഡയറക്ടർ തന്ന ആ ഒരു എക്സ്പീരിയൻസ് ഈ പടത്തിൽ എത്രത്തോളം യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ആസ് എ ഡയറക്ടർ ഇതിൽ ചെയ്തിട്ടുണ്ട്? ശരിക്കും ആടിന് ശേഷം 2 ത്രില്ലേഴ്സ് വന്നു. 5-ാം പാതിര വന്നു, അബ്രഹാം ഓസ്ലർ ചെയ്തു. അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരു സീരീസും പൂർത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ ആടിൻ്റെ ഷൂട്ടിലേക്ക് കടന്നത്. അപ്പോൾ ത്രില്ലർ അങ്ങനെ ഗരുഡൻ എഴുതി ഫീനിക്സ് ചെയ്തു. അപ്പോൾ ത്രില്ലേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഐ ലൈക്ക്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ജോണറുകളിൽ ഒന്ന് തന്നെയാണ്. വേണമെങ്കിൽ പ്രിയപ്പെട്ട ജോണറുകൾ തന്നെ പറയാവുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കോമഡി സേഫ് സോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി കോമഡിയാണ് പാട്, ബുദ്ധിമുട്ട്. കാരണം ത്രില്ലർ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ത്രില്ലൊക്കെ അടുപ്പിച്ച് ചിലപ്പോൾ രക്ഷിച്ചെടുക്കാനൊക്കെ പറ്റിയിരിക്കും. പക്ഷേ ഹ്യൂമറിന് നമ്മൾ ഒരു ഹ്യൂമർ സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ പോയി. ഇപ്പോൾ ലോക സിനിമയിൽ ആക്ച്വലി എല്ലാവരും പറയുന്നത് എടുത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോണറാണ് കോമഡി. അതെന്തുകൊണ്ടോ ആദ്യം തന്നെ ഓം ശാന്തി അവസാനയിൽ തുടങ്ങിയപ്പോൾ അതെ പല ഏജ് ഗ്രൂപ്പിലും പല ഹ്യൂമർ അങ്ങനെ ഒരുപാട്